അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു 4-5 ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. അത് ലാസ്റ്റിക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് ഒഴിവാക്കണ്ട, ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് 4 ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യണുണ്ട് കേട്ടോ. ഇതാ ബ്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം കേട്ടോ. ഞാനിതാ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. ഞാനിതാ ഈ ബ്രെഡ് പൊടിച്ചേക്ക് എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, സോയാ സോസ് 1 സ്പൂണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മാഗിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഒരു 1/2 സ്പൂൺ കേട്ടോ. ഇനി 1 സ്പൂണ് മുളക് പൊടി കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചിട്ടിങ്ങണ്ട് എടുക്കണം കേട്ടോ. ഞാനിതവിടെ മിക്സിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു മാവ് രൂപത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്യിലൊരു വെളിച്ചെണ്ണ, ഒലിവ് ഓയിലോ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്നും അങ്ങോട്ട് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് പരത്താൻ ആവശ്യമായ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ മാവുണ്ടല്ലോ, ചിക്കനൊക്കെ ബ്രെഡൊക്കെ ഇട്ട ആ മാവ് നല്ല ഒന്നങ്ങണ്ട് പരത്തി കൊടുക്കണം കേട്ടോ. നല്ല കട്ടിയും വേണ്ട, എന്നാൽ പറ്റ കട്ടി കുറവും വേണ്ട, ആ രൂപത്തിലാണ് കേട്ടോ നമ്മൾ മാവ് പരത്തിയെടുക്കുന്നത്. നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചത്. പിന്നെ എനിക്ക് തോന്നിയത് നമുക്ക് കള്ളിയാക്കാമെന്ന്. അപ്പം ഞാനിതാ കള്ളിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് റെഡി ആയി കിട്ടിയിട്ടില്ല, ഞാനിതാ കത്തി കൊണ്ട് ഒന്നാണ്ട് ഷേപ്പാക്കി കൊടുത്തിട്ടാ. സ്കെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേറ്റ് നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ അതേപോലെ ഒന്നങ്ങോട്ട് നമുക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത് വെച്ചാൽ കള്ളിയിലാണെന്നുണ്ടെങ്കിൽ കള്ളിൽ ഒന്നാണ്ട് വരഞ്ഞ് കൊടുക്കണം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യട്ടാ. അതേപോലെ അവിടെ നിങ്ങണ്ടും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കിട്ടുമെന്ന് നോക്കുക. കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒന്നും കൂടി ഒന്നാണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ പീസാക്കി ഓരോ മാവും ഇങ്ങോട്ട് പീസാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കള്ളി രൂപത്തിൽ ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. ഞാനിതാ ആദ്യം ഒന്ന് അങ്ങനെ എടുത്ത് നോക്കി, വല്ലാതെ കിട്ടണില്ല. കണ്ട, ഒന്നും കൂടി വരിഞ്ഞു കൊടുക്കണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഒന്നുണ്ട്, നമ്മൾ ചിക്കൻ നല്ല ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കണം കേട്ടോ. മറ്റേത് നമുക്ക് ഇതേപോലെ വരിഞ്ഞെടുക്കണ ഇങ്ങനെ കള്ളി രൂപത്തിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ ഇങ്ങനെ വരിഞ്ഞ് കിട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ. നല്ലോണം കണ്ട് മിക്സിയിലിട്ട് അരിഞ്ഞെടുത്താൽ മാത്രമേ നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യട്ടാ. കണ്ടില്ല, ഓരോ പീസും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നങ്ങോട്ട് കള്ളിയിൽ ഷേപ്പാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കള്ളി വേണ്ടാന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഉരുള ഉണ്ടല്ലോ, പത്തിരിൻ്റെ ഉരുള, അതേപോലെ ആക്കി കൊടുക്കട്ടോ. ഇനി ഞാനിതാ ഈ നഗറ്റ്സ് പിന്നെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ബ്രെഡ്
പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ചുറ്റുഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ബ്രെഡും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ആ കളറും കാര്യങ്ങളോ ഒന്നുമില്ല. പൊടിച്ച് ഞാനിവിടെ കോട്ട് ചെയ്യാനല്ല, അപ്പോൾ അതൊക്കെ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട വേണം. മുട്ട ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. ഞാനൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറവായി തോന്നുകയാണെങ്കിൽ നമുക്കൊരു മുട്ട ആവശ്യത്തിനനുസരിച്ച് മുട്ട കലക്കി കൊടുക്കുക കേട്ടോ. അപ്പം പാകത്തിനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റിൽ നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഇതിന് ലേശം ഉപ്പ് മതി കേട്ടോ. നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ എല്ലായിടത്തും അവിടെ രീതിയിൽ നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കോട്ട് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ്. മറ്റേത് അവിടെ ഉപ്പ് ഇങ്ങനെ അവിടെ ഇങ്ങാണ്ടിരിക്കും, അതിനാണ് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മുട്ട മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മുട്ടയിൽ മുക്കണം, പിന്നെ ഈ റിസ്കും പൊടിയിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് ഓരോന്നങ്ങനെ എടുത്ത് വെക്കുക. നമ്മൾ കട്ട്ലേറ്റിലൊക്കെ ചെയ്യൂലേ അതേപോലെ തന്നെ കേട്ടോ. ചിക്കൻ റോളും കട്ട്ലേറ്റൊക്കെ ചെയ്യുമല്ലോ. മുട്ടയിലൊന്ന് കോട്ട് ചെയ്യുക, ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ടാണ് പൊരിച്ചെടുക്കൽ കേട്ടോ. ഞാനിത് എല്ലാം അങ്ങനെ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, വീട്ടിൽ കാണുന്ന രൂപത്തിൽ ചെയ്യട്ടോ. ഇങ്ങനെ നമുക്ക് സെയിലൊക്കെ ചെയ്യട്ടോ. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. എല്ലാം ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കണം. നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഉപയോഗിക്കുക, ഒലിവ് എണ്ണ ഉപയോഗിക്കുക, എല്ലാം ഉപയോഗിക്കുക കേട്ടോ. ചൂടായി വന്നതിന് ശേഷം ഞാനിതാ ഓരോന്ന് അതിലിട്ടിട്ട് പൊരിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പച്ചയല്ലേ, അപ്പം നല്ല വേവില്ലേ, അത് പെട്ടെന്നായിട്ടുണ്ടല്ലോ വീഡിയോയിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് എന്തായാലും വേവുണ്ടാവും. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ആദ്യം ഒന്നാണ് ചൂടിലിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. എന്നാൽ ആ പച്ച ചിക്കൻ അല്ലേ, അപ്പോൾ നല്ല വേവാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണമെന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ പൊരിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണ കുടിക്കുക ഒന്നുമില്ല കേട്ടോ. നമ്മൾ ബ്രെഡല്ലേ എണ്ണ കുടിക്കൂല എന്നൊന്നും വിചാരിക്കേണ്ട, എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ്. ക്രിസ്പി ആയിട്ടുണ്ട് കണ്ട, ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ.